ബൈബിളിലെ ഗിരിപ്രഭാഷണത്തിൽ പ്രലോഭനത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്യമുണ്ട്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ പറിച്ചെടുക്കുക. കാരണം തെറ്റായ കാഴ്ചയിലാണ് പാപം ജനിക്കുന്നത്. ഇക്കാലത്ത് പുരോഹിതർക്ക് പോലും ഇടർച്ച സംഭവിക്കുന്നു. കൊച്ചുകുട്ടികളെ കാമക്കണ്ണുകളോടെ നോക്കുന്നവർക്ക് എത്ര കഠിനമായിട്ടുള്ള ശിക്ഷയായിരിക്കും ലഭിക്കുക. തൃശൂർ മാളയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഒരു വൈദികൻ പീഡിപ്പിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഫാദർ പോക്സോ കേസെടുത്ത സംഭവത്തിൽ പോലീസ് ഒളിച്ചുകളിയെന്ന് പരാതി. കേസെടുത്ത് 3 ആഴ്ച കഴിഞ്ഞിട്ടും വൈദികനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. തൃശൂർ മാള പ്ലാവിൻമുറി പള്ളിയിലെ മുൻ വികാരിയായിരുന്ന റീസ് വടാശ്ശേരിക്കെതിരെയാണ് മാള പോലീസ് ഈ മാസം ആദ്യം പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തത്. പരാതി നൽകിയ വിവരം കുടുംബത്തിനും പോലീസിനും മാത്രമാണ് അറിവുണ്ടായിരുന്നത്. എഫ്ഐആർ ഇട്ട് 3 ദിവസത്തിനു ശേഷമാണ് പ്രതിയെ തെരഞ്ഞ് പോലീസ് എത്തിയത്. ഇതിനിടെ വൈദികൻ ഒളിവിൽ പോവുകയും ചെയ്തു. ഇതിനു പിന്നിൽ പോലീസിന്റെ ഒത്തുകളിയാണെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. കേസെടുത്ത് 3 ആഴ്ച കഴിഞ്ഞിട്ടും വൈദികനെ അറസ്റ്റ് ചെയ്യാത്തതോടെയാണ് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. 1 വർഷം മുൻപ് ഇവിടെ വികാരിയായിരുന്ന റീസ് വടാശ്ശേരി പെൺകുട്ടിയോട് അതിക്രമം കാട്ടിയെന്നാണ് കേസ്. തുടർന്ന് അതിക്രമം പുറത്തു പറയാതിരിക്കാൻ ഇയാൾ പെൺകുട്ടിയെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ കുട്ടി സുഹൃത്തുക്കളോട് വിവരം പറയുകയും അവർ രക്ഷിതാക്കളെ അറിയിക്കുകയുമായിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ.